കേട്ടിട്ടിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് സൈക്കോളജിയുടെ പാഠം എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കാറ്റഗറി 2ലും 3ലൊക്കെ ആയിട്ട് സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലെ തുടക്കം എന്ന നിലയിൽ നമുക്ക് സൈക്കോളജി എന്താണ്, ഏത് വാക്കിൽ നിന്നാണ് വന്നത്, അതുപോലെ എന്താണ് അത് അർത്ഥമാക്കുന്നത്, പിന്നെ അതിൻ്റെ ഒരു ഇവല്യൂഷൻ, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്താണ്, ബ്രാഞ്ചസ് എന്നീ കാര്യങ്ങളും, പിന്നെ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അവയെക്കുറിച്ചും, പിന്നെ സ്കൂൾസ് ഓഫ് സൈക്കോളജി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, സൈക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് റുഡോൾഫ് ഗ്യോക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ ഫിലോസഫറാണ്. 1590 അദ്ദേഹമാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ നമുക്കറിയാം, ഏതൊരു ടേമും ഡിറൈവ് ചെയ്ത് വരുന്നത് മറ്റ് ചില ഭാഷകളിൽ നിന്നാവാം. അത് ചിലപ്പോൾ ഗ്രീക്കിൽ നിന്നാവാം, അതുപോലെ തന്നെ ലാറ്റിൻ നിന്നാവാം. അതായത് സൈക്കോളജി എന്നുള്ള ടേമും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. സൈക്കെ, അതുപോലെ തന്നെ ലോഗോസ് എന്ന് പറഞ്ഞിട്ട്. സൈക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾ എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് സോൾ ഓർ സയൻസ് ഓഫ് സോൾ എന്നാണ് അർത്ഥം. അതുപോലെ ഏതൊരു പഠന മേഖലയും ഒരുപാട് കാലത്തെ എക്സ്പെരിമെൻറ്റും അതുപോലെ പഠനങ്ങൾക്കും ശേഷമായിരിക്കും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് സൈക്കോളജിയും. സൈക്കോളജിയിൽ ആദ്യകാലങ്ങൾ മുതൽക്ക് തന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യകാലത്ത് അത് മൈൻഡിൻ്റെ ഒരു സ്റ്റഡി ആയിരുന്നു, സോളിൻ്റെ, ആത്മാവിനെ കുറിച്ചൊരു പഠനമായിരുന്നു. പിന്നീട് അത് മൈൻഡിനെ കുറിച്ചുള്ള പഠനമായി മാറി. പിന്നീട് അതിന് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള പഠനമായി മാറുകയും പിന്നീട് അത് ബിഹേവിയറിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോധതലത്തെ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു സയൻസ് ആയിട്ടാണ് വില്യം വൂണ്ട് കണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി നെഗ്ലിജിബിൾ പാർട്ട് ഓഫ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് മൈൻഡ്. ഇവിടെ വില്യം വൂണ്ടിൻ്റെ അഭിപ്രായത്തിൽ കോൺഷ്യസ്നെസ്സിന് മാത്രമേ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ അൺകോൺഷ്യസ് മൈൻഡ്, മനുഷ്യൻ്റെ ഒരു മൈൻഡിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡും ഉണ്ട്. അർദ്ധബോധാവസ്ഥയും പിന്നെ ബോധമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമത്തത് JB വാട്സൻ്റെ അഭിപ്രായത്തിൽ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് എന്നാണ് JB വാട്സൺ പറയുന്നത്. ക്രോ പറയുന്നത് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണെന്നാണ് ക്രോ പറയുന്നത്. സ്കിന്നറിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ശാസ്ത്രവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസിനെ കുറിച്ചുള്ളൊരു സയൻസ് ശാസ്ത്രമായിട്ടാണ് BF സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ എന്താണ് സൈക്കോളജി? ആദ്യം സൈക്കോളജീനൊരു സയൻസ് ഓഫ് സോളായിട്ടാണ് കണ്ടത്. പിന്നീട് അത് മൈൻഡിലേക്ക് എത്തി, പിന്നീട് അതിന് കോൺഷ്യസ്നെസ് ആ ഒരു തലത്തിലേക്ക് എത്തുകയും പിന്നീട് അത് ബിഹേവിയർ, അതായത് മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന അഭിപ്രായത്തിലും എത്തിച്ചേർന്നു. അപ്പോൾ വുഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഈ ഒരു ഇവല്യൂഷൻ അതായത് പരിണാമത്തിനെ മൊത്തത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം സൈക്കോളജി അതിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, ദെൻ അതിനുശേഷം അതിൻ്റെ മൈൻഡിനെ, പിന്നീട് അതിൻ്റെ കോൺഷ്യസ്നെസ്സിനെ, ഇപ്പോൾ അതിനൊരു ബിഹേവിയറും അതുപോലെ ബിഹേവിയർ ഓഫ് സോർട്ട് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാണ് വുഡ്സ്വർത്ത് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു വുഡ്സ്വർത്ത്, first psychology lost its soul, then its mind, then it's lost its consciousness, it still has behavior of sort. പിന്നെ ഏതൊരു പഠനമേഖല എന്ന പോലെ സൈക്കോളജിക്കും പ്രധാനമായിട്ടും ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം, പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും. പ്യുവർ സൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്, തിയറീസ്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനുള്ള ടെക്നിക്സ് എന്നിവ, മെത്തേഡ്സ്, ഇവയൊക്കെ
ഫോർമുലേറ്റ് ചെയ്യുന്നത് പ്യുവർ സൈക്കോളജിയിലാണ്. അതായത് പ്യുവർ സൈക്കോളജി പ്രിൻസിപ്പിൾസ് നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച്, പെരുമാറ്റത്തിനെക്കുറിച്ച് പഠിക്കാനുള്ള തിയറീസ്, അതുപോലെ തന്നെ മെത്തേഡ്സ്, ടെക്നിക്സൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പ്യുവർ സൈക്കോളജിയിലാണ്. അപ്ലൈഡ് സൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറീസും ഈ മെത്തേഡ്സൊക്കെ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. പ്യുവർ സൈക്കോളജിയിൽ ഒരുപാട് തലങ്ങൾ വരുന്നുണ്ട്. ജനറൽ സൈക്കോളജി എന്നും അബ്നോർമൽ സൈക്കോളജി, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി എന്നിങ്ങനെ ഒരുപാട് തലങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് സൈക്കോളജിയിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി എന്നിങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് തലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് സൈക്കോളജി രണ്ട് ഇതാണുള്ളത്, പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. ഇതിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രൂപപ്പെടുത്തിയുള്ള പ്രിൻസിപ്പിൾസ്, തിയറീസ്, ടെക്നിക്സൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇവിടെ ഹ്യൂമൻ ബിഹേവിയറിനെ, അതായത് ആ ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് നടക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, മെത്തേഡൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനം കൂടിയാണ്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ കുറിച്ചൊരു ഡെഫിനേഷൻ ഉണ്ട്. സ്കിന്നറുടെ ഡെഫിനേഷനാണ്. സ്കിന്നർ പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് കൈകാര്യം ചെയ്യുന്നത് ടീച്ചിങ്ങിനെയും അതുപോലെ തന്നെ ലേണിങ്ങിനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഏതൊരു പഠന വിഭാഗത്തിനെ പോലും എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് അതിൻ്റേതായിട്ടുള്ള നാച്ചുറുണ്ട്, സ്കോപ്പും ഉണ്ട്. അതിൽ നാച്ചുർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സയൻസാണ്, അതുപോലെ തന്നെ ഒരു അപ്ലൈഡ് സയൻസ് ആണ്, അതൊരു സോഷ്യൽ സയൻസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡെവലപ്മെൻറ്റൽ സയൻസ് കൂടിയാണ്. പിന്നെ സ്കോപ്പ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജീൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജീൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 6 കീ ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജീൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ടീച്ചർ, ലേണർ, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ് ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, പിന്നെ അതിൻ്റെ ഇവാലുവേഷൻ. അതായത് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്ററായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ആ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് അറൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു 6 കീ ഫാക്ടേഴ്സാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ടീച്ചർ, രണ്ടാമത്തെ ലേണർ, മൂന്നാമത്തെ ലേണിംഗ് എക്സ്പീരിയൻസ്, പിന്നെ ലേണിംഗ് പ്രോസസ്, പിന്നെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഇവാലുവേഷൻ. നമുക്കറിയാം ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്, ടീച്ചർ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെ ഇവിടെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ടീച്ചറിൻ്റെ റോളിനെ കുറിച്ചാണ്. അതായത് പഠനത്തിന് ടീച്ചർ എങ്ങനെയൊക്കെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, സഹായിക്കുന്നത് എന്നിവയെക്കുറിച്ചും, എങ്ങനെ ഒരു എഫക്റ്റീവ് ടീച്ചർ ആവാം എന്നും, അതുപോലെ തന്നെ ടീച്ചേഴ്സ് നേരിടുന്ന കോൺഫ്ലിക്ട്സിനെ കുറിച്ചും, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനെ കുറിച്ചും, പിന്നെ അവരെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും, അവരുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചും, പിന്നെ എങ്ങനെയാണ് ആ ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിൽ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ലേണർ. ടീച്ചർ മാത്രം ഉണ്ടായാൽ പോരല്ലോ, ലേണറും കൂടെ ആവശ്യമല്ലേ. അപ്പോൾ ഈ ലേണറിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലേണറിൻ്റെ എബിലിറ്റീസിനെ കുറിച്ച്. ലേണറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്. അതായത് ക്രിയേറ്റിവിറ്റി, ഇൻ്റലിജൻറ്റ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്,
അപ്പോൾ ലേണറിൻ്റെ അത്തരം എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലേണറിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പേഴ്സണാലിറ്റീനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ, അതായത് കോൺഷ്യസും അൺകോൺഷ്യസ് ആയിട്ടുള്ള ലേണറിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഭാഗത്ത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ലേണറിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ട്. പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ്, അതായത് നമ്മളിപ്പോൾ ഓരോ കുട്ടികളും ഡെവലപ്പായി വരുന്നത് ഗ്രോത്ത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ വികാസം പ്രാപിക്കുന്നത് ഓരോരോ സ്റ്റേജിലൂടെയാണ്. ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഓരോരോ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആ ഓരോ സ്റ്റേജിനും അനുസരിച്ച് നമുക്ക് ആ കുട്ടിക്ക് ഏതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക്, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആവശ്യമായിട്ട് വരിക. കാരണം അവരുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ ഗ്രോത്തിനും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്തും ഡെവലപ്മെൻറ്റിനും അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ലേണിംഗ് പ്രോസസ്സിലെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അതിൽ ഉൾക്കൊള്ളുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോസ്, പ്രിൻസിപ്പിൾസ്, തിയറീസ്, ലേണിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, പ്രിൻസിപ്പിൾ, തിയറീസ്, പിന്നെ നമ്മൾ റിമെമ്പറിങ്, ഫോർഗെറ്റിംഗ്, അത്തരം കാര്യങ്ങളും, പ്രോബ്ലം സോൾവിങ്, പിന്നെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഇത്തരം കാര്യങ്ങളാണ് ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത്. പിന്നെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി പഠിക്കുന്ന ക്ലാസ് റൂം, അതുപോലെ തന്നെ ക്ലൈമറ്റ്, പിന്നെ ആ ഗ്രൂപ്പ് ഡൈനാമിക്സ്, എങ്ങനെയാണ് ആ കുട്ടി ഗ്രൂപ്പ് തിരിക്കുന്ന രീതി, പിന്നെ ടീച്ചിങ് എയ്ഡ്സ്, പിന്നെ ലേണിംഗ് ഗൈഡ് ലൈൻസ്, കൗൺസിലിങ്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് റൂം ക്ലൈമറ്റ്, അവരുടെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എയ്ഡ്, ഇവയൊക്കെയാണ് ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്നത്. പിന്നെ ഇവാലുവേഷൻ ഓഫ് ദ ലേണിംഗ് പെർഫോമൻസ്, അതായത് ലാസ്റ്റത്തെയാണ് കീ ഫാക്ടറാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് കണ്ടെത്താനുള്ളതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രാഞ്ച് പറഞ്ഞു, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജീൻ്റെ കീ ഫാക്ടേഴ്സും അതിൻ്റെ സ്കോപ്പിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഏതാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജീനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കൂൾസ് ഓഫ് സൈക്കോളജി വെച്ചാൽ ഒരേ കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുകൾ ഒത്തുകൂടുകയും അവരുടെ അപ്രോച്ചിനനുസരിച്ച് ഹ്യൂമൻ മൈൻഡിനെയും ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുകയും അതിനൊരു സ്കൂൾ ഓഫ് തോട്ടായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 8 സ്കൂൾസ് ഓഫ് സൈക്കോളജി ആണുള്ളത്. ഫസ്റ്റ് വൺ സ്ട്രക്ചറലിസം, സെക്കൻഡ് വൺ ഫങ്ഷണലിസം, തേർഡ് ബിഹേവിയറലിസം ഓർ കണക്ഷനിസം, ഫോർത്ത് സ്കൂൾ ഓഫ് സൈക്കോ അനാലിസിസ്, ഫിഫ്ത്ത് ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി, 6 സ്കൂൾ ഓഫ് കോഗ്നിറ്റീവിസം, 7 സ്കൂൾ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം, 8 സ്കൂൾ ഓഫ് ഹ്യൂമനിസം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പഴയതുമായിട്ടുള്ള സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. ഈ വില്യം വൂണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സൈക്കോളജിയുടെ പിതാവായിട്ടുള്ള വില്യം വൂണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസത്തിൻ്റെയും പിതാവ്. അദ്ദേഹം എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം 1789 ലിപ്സിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സൈക്കോളജിക്കൽ ലബോറട്ടറി സ്ഥാപിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഈ സ്ട്രക്ചറലിസത്തിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൈൻഡ് എന്ന് പറയുന്നത് ഒരുപാട് മെൻ്റൽ എക്സ്പീരിയൻസിൻ്റെ ഒരു സം ടോട്ടലാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, സെൻസേഷൻ,
അറ്റൻഷൻ, നമ്മുടെ ഇമാജിനേഷൻ, ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഒരു നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മെൻ്റൽ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ മൈൻഡ് എന്നാണ് സ്ട്രക്ചറലിസത്തിൽ പറയുന്നത്. ഈ സ്ട്രക്ചറലിസത്തിലെ പ്രധാനമായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ അഥവാ സെൽഫ് ഒബ്സർവേഷനാണ് പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവ് കൂടിയാണ്. ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഏതൊരു പഴയ ചിന്തയ്ക്ക് എതിരായിട്ട് പുതിയ ചിന്തകൾ ഉയർന്നു വരാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിന് ഒരു റിയാക്ഷൻ എന്ന രീതിക്ക് ഉയർന്നു വന്നതാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കോൺഷ്യസ് മൈൻഡിനേക്കാളും കൂടുതൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വില്യം വൂണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് കോൺഷ്യസ് മൈൻഡിന് മാത്രമാണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫങ്ഷണലിസത്തിൽ വില്യം ജെയിംസിനെ പോലുള്ള ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് കോൺഷ്യസ് മൈൻഡിനേക്കാളും അതിൻ്റെ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അവർ എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ, മൈൻഡിൻ്റെ സ്ട്രക്ചർ അവർ ഒരു മെൻ്റൽ പ്രോസസ്സിനെ എക്സാമിൻ ചെയ്യുകയും അതെങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് എക്സാമിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെൻ്റൽ പ്രോസസ്സ് എന്താണെന്ന് എക്സാമിൻ ചെയ്യുകയും അതെങ്ങനെ ഒരാളുടെ മെൻ്റൽ പ്രോസസ്സ് എങ്ങനെയാണ് ഒരാളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതെന്ന് അവർ എക്സാമിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെൻ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെയും ബോഡിയുടെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് മെൻ്റൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നതെന്നാണ് വില്യം ജെയിംസിനെ പോലുള്ള ഫങ്ഷണലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മെത്തേഡ്, പിന്നെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണലിസം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിന് ഒരു എഗെയിൻസ്റ്റായിട്ട് ഉയർന്നു വന്നതാണ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം അടുത്ത സ്കൂളാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ ഫാദർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം മോഡേൺ സൈക്കോളജീൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ അൺകോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു വില്യം വൂണ്ട് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൻ്റെ രീതിയിലാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്രീ അസോസിയേഷൻ ആൻഡ് ബ്രെയിൻ അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ മൈൻഡിന് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കോൺഷ്യസ്, അതായത് അവർ അറ്റ് എ ഗിവൺ മൊമെൻറ്റ് നമുക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ബോധമുള്ള ഒരു ഇതിനെയാണ് നമ്മൾ കോൺഷ്യസ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ആ കാര്യത്തിനെക്കുറിച്ച് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് അൺഅവെയർ ടു ദ കോൺഷ്യസ്, അതായത് ഒരു ബോധവും ഇല്ലാത്ത ഒരു ഇതിനെയാണ് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ മൈൻഡിനെ 3 ലെയേഴ്സ് ആക്കി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തത് അതിനെ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്ന ഒരിതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. പിന്നെ ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് നമ്മൾ പെരുമാറുന്നതിനാണ് ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. അതായത് നമ്മൾ ആ റിയാലിറ്റീനെ മാത്രമല്ല ആ ഒരു ധാർമ്മിക മൂല്യത്തിനെയും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെരുമാറുന്നതിനെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫാദർ മാക്സ് വെർത്തിമർ ആണ്.
ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ ഫാദർ മാക്സ് വെർത്തിമർ ആണ്. ഇതൊരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് വൂൾ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ വൂൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ വേർഡ് മീൻസ് ഫാദർ മാക്സ് വെർത്തിമർ ആണ് ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജീൻ്റെ. ഇത് ജർമ്മൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് വൂൾ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വൂൾ ഈസ് ഗ്രേറ്റർ ദാൻ ഈസ് സം ഓഫ് ഇറ്റ്സ് പാർട്ട്, അതായത് എല്ലാ പാർട്ടും കൂടിച്ചേരുന്നതിനേക്കാളും വലുതാണ് മൊത്തത്തിൽ എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് വൂൾ ഡിറ്റർമൈൻസ് ദ ബിഹേവിയർ ഓഫ് ദ പാർട്ട്. അതായത് ഇപ്പോൾ ഈ പകുതി ആ പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു, മൈൻഡിനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിൻ്റെ സ്വഭാവം ഈ പാർട്ടായി അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ മൊത്തത്തിൽ വൂളായിട്ടായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇൻട്രിൻസിക് ഓർഗനൈസിങ് കപ്പാസിറ്റിയാണ്. അതായത് ബ്രെയിനിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഡൈനാമിക് ഇൻട്രാക്ഷൻസിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജീനെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. പിന്നൊന്നാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ജീൻ പിയാഷെയാണ്. അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് പിന്നെ മറ്റൊന്നാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അതിൻ്റെ ഫാദർ ജീൻ പിയാഷെയാണ്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ ഇൻഫോർമേഷൻ കണ്ടെത്തുന്നതും, അതായത് ഇൻഫോർമേഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതെങ്ങനെയാണ് ബ്രെയിനിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൽ പഠിച്ചിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദർ വൈഗോട്സ്കി ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റുഡൻസാണ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുക. അത് സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെ ആയിരിക്കും കുട്ടികൾ അവരുടെ അറിവെന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും. അതായത് ചർച്ച ചെയ്തുകൊണ്ട് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയും കുട്ടികൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻ കണ്ടെത്തുന്നതെന്നാണ് ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത്. ഹ്യൂമനിസം എന്ന് പറയുന്നത് ലാസ്റ്റത്തെയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നതാണ് അതായത് മനുഷ്യനാണ് ലേണിങ്ങിൻ്റെ കേന്ദ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമനിസത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചിനാണ്. ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് കാൾ റോജേഴ്സും അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോ ആണ് ഹ്യൂമനിസത്തിൻ്റെ പിതാക്കന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. 2 പേരുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളത്. നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജി നോക്കി. അതിൽ സ്ട്രക്ചറലിസം ഉണ്ട്. സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവ് വില്യം വൂണ്ടാണ്. അതുപോലെ തന്നെ ഫങ്ഷണലിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ്. ബിഹേവിയറിസം ഒരു കണക്ഷനിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് JB വാട്സൺ ആണ്. സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് മാക്സ് വെർത്തിമർ ആണ് ഫാദർ. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഡെവലപ്പ് ചെയ്തത് ഫാദർ എന്ന് പറയുന്നത് ജീൻ പിയാഷെയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണ്. ഹ്യൂമനിസം കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ബേസിൽ ആരാണ് ഇത്, ഫാദർ ആരാ, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ആൾക്കാരായിരിക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഒക്കെ ചോദിക്കാറുണ്ട് ആരുടെയാണ്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്കൂൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് സൈക്കോളജി?
സൈക്കോളജീൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, എന്താണ് ആ ബ്രാഞ്ചസിൽ തന്നെ അപ്ലൈഡ് സൈക്കോളജിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതിൻ്റെ ഡെഫിനീഷൻ, പിന്നെ അതിൻ്റെ നേച്ചർ, പിന്നെ അതിൻ്റെ സ്കോപ്പ്, 6 കീ ഫാക്ടേഴ്സ്. പിന്നെ 6 കീ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. പിന്നെയാണ് നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ ഫങ്ഷണലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറലിസത്തിന് ഒരു എഗൈനസ്റ്റ് ആയിട്ട് ഉയർന്നു വന്നതാണ് ഫങ്ഷണലിസം. അപ്പോൾ അവർ കോൺഷ്യസ് മൈൻഡിൻ്റെ ഫങ്ഷനേക്കാളും അതിൻ്റെ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മെൻ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെൻ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെയും ബോഡിയുടെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഫങ്ഷണലിസത്തിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മെത്തേഡും ലേണിംഗ് ബൈ ഡൂയിങ് എന്ന മെത്തേഡുമാണ്. ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പ്രൊജക്റ്റ് മെത്തേഡൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വ്യക്തിയാണ് ജോൺ ഡ്യൂയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോൺ ഡ്യൂയും ഈ ഫങ്ഷണലിസത്തിൻ്റെ ഒരു വക്താക്കളിൽ ഒരാളായിരുന്നു. പിന്നെ അടുത്തതാണ് ബിഹേവിയറലിസം ഓർ കണക്ഷനിസം എന്ന് പറയുന്നത്. ബിഹേവിയറിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് JB വാട്സൺ ആണ്. ബിഹേവിയറിസം സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കൂളാണ് ബിഹേവിയറിസം. അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ബിഹേവിയറിനെയും അതിനെ സയൻറ്റിഫിക്കായിട്ട് അവർ മെഷർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരാളിൽ നിന്ന് നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു പെരുമാറ്റത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതിനവർ കറക്റ്റായിട്ട് മെഷർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായത്തിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെൻറ്റ് സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് സ്റ്റിമുലസും റെസ്പോൺസും കൂടി ചേർന്നിട്ടാണ് ബിഹേവിയർ ഉണ്ടാവുന്നതാണ് ബിഹേവിയറിസം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത് പാവ്ലോയും BF സ്കിന്നർ പിന്നെ തൊണ്ടേക്ക് തുടങ്ങിയവരാണ് ബിഹേവിയറിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസിൻ്റെ ഫാദർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവായിട്ടുള്ള വില്യം വൂഡാണ് ഫാദർ ഓഫ് സൈക്കോളജി, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു. പിന്നെ മോഡേൺ സൈക്കോളജിയുടെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തി, സൈക്കോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയറിനെ അൺകോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സിലൂടെ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുകയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സിലൂടെ മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഫ്രീ അസോസിയേഷനും പിന്നെ ബ്രെയിൻ അനാലിസിസുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ മൈൻഡിന് 3 പാർട്ടാണുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡ്, മൂന്നാമത്തത് അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ കോൺഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവെയർ അറ്റ് എ ഗിവൺ മൊമെൻറ്റ്. കോൺഷ്യസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോധത്തോടെ ഇരിക്കുന്നത്, നമുക്ക് ഈ ഒരു ഇപ്പോൾ നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കും. അതാണ് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കില്ല ഇരിക്കുന്നത്, പക്ഷെ എന്നാലും നമുക്കത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുത്ത് പറയുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഈ സബ് കോൺഷ്യസിൽ പെടും. പിന്നെ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് അണ്ടർ ടു ദ കോൺഷ്യസ്നെസ്, ഒരു അതായത് ആ ഒരു മൈൻഡിലേ ആയിരിക്കില്ല നമ്മൾ ഇരിക്കുന്നത്, ഒരു ബോധവും ഇല്ലാത്തതിനെയാണ് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ മൈൻഡിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അണ്ടർ ടു ദ കോൺഷ്യസ് എന്നല്ല കേട്ടോ, അത് അൺഅവെയർ ടു ദ കോൺഷ്യസ് എന്നാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നടക്കുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ യാതൊരു ബോധവാന്മാരും അല്ലാതെ ഇരിക്കുക. ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഇരിക്കുന്നതിന് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്, ഒന്നും അറിയുന്നില്ല. പിന്നെ ഇവിടെ മൈൻഡിന് 3 ലെയേഴ്സാണുള്ളതെന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തെയാണ് ഇത്, രണ്ടാമത്തെ ഈഗോ, മൂന്നാമത്തെ
സൂപ്പർ ഈഗോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിളാണ്. അതായത് ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഇപ്പം റിയാലിറ്റീനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിനെയാണ് ഈഗോയിൽ പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. സൂപ്പർ ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധാർമ്മിക മൂല്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹം മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സൈക്കോ അനാലിസിസിൽ അൺകോൺഷ്യസ് മെൻ്റൽ പ്രോസസ്സിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അവിടുത്തെ പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്രീ അസോസിയേഷനും ബ്രെയിൻ അനാലിസിസും ആണ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ മൈൻഡിന് 3 പാർട്ടാണുള്ളത്. ഒന്ന് കോൺഷ്യസ്, സബ്കോൺഷ്യസ്, അൺകോൺഷ്യസ്. അതിൽ കോൺഷ്യസ് അവെയർ അറ്റ് എ ഗിവൺ മൊമെൻ്റ് ആണ്. സബ്കോൺഷ്യസ് നോട്ട് ഫുള്ളി ബട്ട് ക്യാൻ ബി റീകോൾഡ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് അൺഅവെയർ ടു ദ കോൺഷ്യസ് എന്നാണ്. അനദർ നല്ല അൺഅവെയർ ടു ദ കോൺഷ്യസ്. പിന്നെ മൈൻഡിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ.